ഹരി ഓം. 44-ാം ശ്ലോകം നോക്കാം നമുക്ക്. അപ്പോൾ ഗുരൂപസക്തി, എങ്ങനെയാണ് ഒരു ശിഷ്യൻ ഗുരുവിനെ സമീപിക്കേണ്ടതെന്ന് പറഞ്ഞു. ആ ശിഷ്യൻ ഉണ്ടാവേണ്ട യോഗ്യതകളെ കുറിച്ച് പറഞ്ഞു. ഗുരുവിന്റെ യോഗ്യതകളെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ ആശ്രയിച്ച ശിഷ്യനെ എങ്ങനെയാണ് ആശ്വസിപ്പിച്ച് അഭയം പ്രദാനം ചെയ്ത് ആ ശിഷ്യനെ ആ തത്വോപദേശം ചെയ്ത് അവനെ സംസാരത്തിൽ നിന്ന് ഉദ്ധരിക്കേണ്ടത് എന്നൊക്കെ ചുരുക്കി പറഞ്ഞു. അപ്പൊ ഗുരു ആശ്വസിപ്പിക്കുന്നത് നമ്മൾ കണ്ടു. വഴിയില്ലേ, സംസാരത്തിൽ കിടന്ന് ഞാൻ മുങ്ങി മരിക്കേണ്ടി വരുമോ? ഇല്ലില്ലില്ല, വഴിയുണ്ട് കുട്ടി, പരിഭ്രമിക്കണ്ട. എത്രയോ പൂർവന്മാര് ആ വഴിയിലൂടെ പോയി അവിടെ എത്തിയിട്ടുണ്ട്, ആ ലക്ഷ്യത്തിൽ എത്തിയിട്ടുണ്ട്. ആ വഴി നിനക്ക് ഞാൻ പറഞ്ഞു തരാം എന്ന് ആശ്വസിപ്പിച്ചു. ഇനി വീണ്ടും ഒന്നും കൂടി ശിഷ്യൻ നല്ല ധൈര്യം വരാൻ വേണ്ടി ഒന്നും കൂടി പറയാ. അത്യുപായോ മഹാൻ കശ്ചിത് സംസാര ഭയനാശനഃ തേന തീർത്വാ ഭവാം ബോധിം പരമാനന്ദമാപ്സ്യസി. അത്യുപായോ മഹാൻ കശ്ചിത് സംസാര ഭയനാശനഃ തേന തീർത്വാ ഭവാം ബോധിം പരമാനന്ദമാപ്സ്യസി. നേരത്തെ പറഞ്ഞു കഥമോസ്തി ഉപായ, എന്തെങ്കിലും ഉപായം ഉണ്ടോ എന്ന് ചോദിച്ചു. അവിടെ പറഞ്ഞു ഉപായുണ്ട്. വീണ്ടും പറയുന്നു, ഇവിടെ വീണ്ടും പറഞ്ഞു അസ്തി ഉപായ, ഉപായ അസ്തി, ഡോണ്ട് വറി. സംസാര ഭയനാശനഃ, നിന്റെ എല്ലാ ഭയത്തെയും സംസാര ദുഃഖങ്ങളെയും ഇല്ലാണ്ടാക്കി തീർക്കുന്ന ആ മഹാനുപായ അസ്തി. ഓർഡിനറി ഉപായല്ല, മഹത്തായ ഒരു ഉപായുണ്ട്. തേന, ആ മാർഗത്തിലൂടെ ഭവാംബോധിം തീർത്തുക, ഈ സംസാര സമുദ്രത്തെ തരണം ചെയ്തിട്ട് തീർത്വചരണം ചെയ്തിട്ട് പരമാനന്ദം ആപ്സ്യസി, പരമാനന്ദത്തെ നീ അടയും, നിനക്ക് പരമാനന്ദം അനുഭവിക്കാറാവും. അത് വീണ്ടും ആ ശിഷ്യനോടുള്ള കാരുണ്യം കൊണ്ട് പ്രേമപ്രവാഹത്തിലൂടെ ശിഷ്യന് മനസ്സിൽ ധൈര്യം കൊടുക്കുകയാണ് ഗുരു ചെയ്യുന്നത്. ആവർത്തനത്തിന് ഉദ്ദേശം എന്താ? ആ ശിഷ്യന്റെ മനസ്സിൽ നല്ല ധൈര്യം കൊടുക്കാതെ ശിഷ്യന്റെ നേരെ ശരിയുള്ള ഗുരുവിന്റെ സഹാനുഭൂതി, വാത്സല്യ, ആതിരേകം, കാരുണ്യവും അതിലൂടെ പ്രകാശിപ്പിക്കാം. അപ്പൊ ഒരു പ്രാവശ്യം പറഞ്ഞിട്ട് അയാൾക്ക് അത്ര ബോധ്യം വന്നിട്ടില്ലായിരിക്കും. എന്താ പേടിക്കണ്ടാന്ന്, ഇതിനാ നീ പേടിക്കണേ കുട്ടി, ഒട്ടും അറിയേണ്ട ആവശ്യമില്ല, ഇതൊക്കെ നിസ്സാരം. മഹാനുപായ അസ്തി, വലിയൊരു ഉപായുണ്ട് ഈ സംസാരത്തിൽ കിടക്കാൻ. മഹാൻ, സംസാര ഭയത്തെ ഇല്ലാണ്ടാക്കി തീർക്കാൻ കഴിയും. അതിലൂടെ സംസാര സമുദ്രം കടന്ന് നിനക്ക് പരമാനന്ദം അടയാം. അപ്പൊ നോക്കൂ, എന്താണ് ലക്ഷ്യം? പരമാനന്ദം. നോക്കണം, ഇതിപ്പോ ഇപ്രകാരം വിവേക വൈരാഗ്യങ്ങളെന്ന പ്രപഞ്ച സംസാരത്തിന്റെ നിസ്സാരത ബോധ്യപ്പെട്ട് ഉത്തമനായ ഒരു മഹാത്മാവിന്റെ ഗുരുവിന്റെ അടുത്ത് ചെന്ന് ചേർന്ന ശിഷ്യനോടാണ് പറയുന്നത്. പരമാനന്ദം, നിനക്ക് പരമാനന്ദം കിട്ടും, അനുഭവിക്കാറാവുന്നു. സത്യത്തിൽ നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കൂ, നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കൂ. നമ്മളോട് ഓരോരുത്തരോടും അല്ലേ ആ ശങ്കരാചാര്യന്റെ ഗുരു സംസാരിക്കണത്? നമുക്കൊക്കെ ജീവിതത്തിൽ എന്താ വേണ്ടത്? നല്ല കാപ്പ് കുടിക്കുമ്പോ, നല്ല ഡ്രസ്സും നല്ല ഉടുപ്പിടുമ്പോ, നല്ല എന്താ പറയാ സുഖസൗകര്യങ്ങൾ അനുഭവിക്കുമ്പോ ഒക്കെ നമ്മൾ പരമാനന്ദല്ലേ അന്വേഷിക്കണത്? ഈ പരമാനന്ദത്തിന് വേണ്ടിയിട്ടല്ലേ ഇതെല്ലാത്തിൻ്റെയും പുറകെ പോണത്? ഈ ചുറ്റുപാടിനെ മാറ്റണം നമ്മൾ, അല്ലേ? എല്ലാം എന്തിനു വേണ്ടിയിട്ടാ? നമ്മൾ ചെയ്യുന്ന എല്ലാ ശ്രമവും, രാവിലെ ഉണർന്നാ ഉറങ്ങണ വരെ, ജനിച്ച ചാവണ വരെ, മരിക്കുന്നവരെ നമ്മൾ ചെയ്യുന്ന എല്ലാ പരിശ്രമവും അറിഞ്ഞോ അറിയാണ്ടോ, ന്യായമോ അന്യായമോ, ധാർമ്മികമോ അധാർമികമോ, പുണ്യമോ പാപമോ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. എന്തിനാ? ദുഃഖിക്കാനാണോ? സുഖിക്കാനല്ലേ? സന്തോഷാവാനല്ലേ? പരമാനന്ദല്ലേ? ജീവിതത്തിൽ ഏതൊരാളുടെയും ലക്ഷ്യം എന്താണ്? പരമാനന്ദമാണെന്ന്. അതൊരിക്കലും ഈ ദൃശ്യപ്രപഞ്ചത്തിൽ നിന്ന് കിട്ടില്ലയാണ്. നമുക്ക് ബോധ്യം വന്നാലേ അത് അറിയാൻ വേണ്ടി അറിഞ്ഞൊരു ഗുരുവിനെ സമീപിക്കുള്ളൂ. നമ്മൾ എന്തുകൊണ്ട് ആ സത്സംഗത്തിന് പോണില്ല? അധികം ആൾക്കാരും നമ്മൾ അമ്പലത്തിൽ പോകും, അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കും, അവിടുന്ന് ഒരു പാക്കറ്റായിട്ട് ഇങ്ങോട്ട് കിട്ടും അനുഗ്രഹം എന്ന് വിചാരിച്ചിട്ട്, അല്ലേ? ഒരു മഹാത്മാവിന്റെ അടുത്ത് പോവില്ല. ആത്മാവിന്റെ അടുത്ത് പോയാൽ അവർ അതിനുള്ള വഴി പറഞ്ഞു തരും, അല്ലേ?
ചിന്തിച്ചു നോക്കൂ. പക്ഷെ മഹാത്മാവിന്റെ അടുത്ത് സത്സംഗം അവിടെ നടക്കണ്ടാവും. ആ അമ്പലത്തിൽ പോകണം, സത്സംഗം അവിടെ അറ്റൻഡ് ചെയ്യില്ല. അവിടെ അറ്റൻഡ് ചെയ്യണം, എന്നാലാണ് നമുക്കത് മനസ്സിലാവുക ഈ വഴി. പരമാനന്ദത്തിലുള്ള വഴിയാണ് അദ്ദേഹം പറയണത്, അല്ലേ? കേട്ടില്ലേ? അപ്പൊ എല്ലാവരും ജീവിതത്തിൽ അന്വേഷിക്കുന്നത് പരമമായ ആനന്ദം. ഇതിന് അപ്പുറത്തൊന്നുമില്ല. സുപ്രീം പീസ്, പരമ ശാന്തി. എല്ലാവരുടെയും ജീവിത ലക്ഷ്യം, അജ്ഞന്റെയും വിജ്ഞന്റെയും ഒക്കെ ലക്ഷ്യം പരമാനന്ദ പ്രാപ്തിയാണ്. പഠിച്ചവന്റെയും പഠിക്കാത്തവന്റെയും. ഇവിടെ ജാതി ഉണ്ടോ പറയൂ? ഇവിടെ ബ്രാഹ്മണന് മാത്രമേ ഉള്ളൂ വേണ്ടു ശാന്തി, പരമാനന്ദം വേണ്ടു? അങ്ങനെ പറയാൻ പറ്റുമോ? നിങ്ങൾ ആലോചിച്ചു. പിന്നെ ആരെ നിങ്ങൾ അനർഹൻ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുക? ആന്തരിക ഗുണങ്ങളാണ് അർഹത. മനസ്സിലായില്ലേ? വിവേക വൈരാഗ്യാദി സാധന സമ്പത്തി. ഇതിന് ഹിന്ദുവിന് മാത്രമുള്ളൊന്നും മാറ്റി നിർത്താൻ പറ്റുമോ? എന്താ മുസൽമാനും ക്രിസ്ത്യാനിക്കും വേണ്ട? ഇത് ഇന്ത്യക്കാരന് മാത്രമൊന്നും മാറ്റി നിർത്താൻ പറ്റുമോ? എന്തൊരു വിവരമില്ലായ്മ! നിങ്ങളും സ്വയം ആലോചിച്ച് നോക്കൂ. ജാതിക്കും കുലത്തിനും ഗോത്രത്തിനും നാഷണാലിറ്റിക്കും ജാതിക്കും മതത്തിനും, ഇനി നിങ്ങളുടെ പ്രത്യയശാസ്ത്രങ്ങള്, അല്ലേ? ഏത് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവനും എന്താ അന്വേഷിക്കണത്? അവനും പരമാനന്ദാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പൊ എല്ലാവരും ഈ സത്സംഗത്തിന് വരണം. മനസ്സിലായോ? എല്ലാവരും ഇത്തരത്തിലുള്ള ഗുരുനാഥനെ സമീപിക്കണം. അതിനോ ഈ ദൃശ്യപ്രപഞ്ചത്തിന്റെ പരിമിതി, ഇതെല്ലാം നിരന്തരം മാറുന്നതാണ്, നശിക്കുന്നതാണ്. അതിന് നശിക്കാത്ത ശാശ്വതമായ പരമാനന്ദം കിട്ടില്ല എന്ന് തിരിച്ചറിവ് ഉണ്ടായി. ഇപ്രകാരം തിരിച്ചറിവുള്ള ഗുരുവിന്റെ അടുത്തതാണ്. ഇതാണ് പോയിന്റ്. അപ്പൊ പരമാനന്ദ ആപ്തേസി എന്ന് പറയുമ്പോ എല്ലാവരും അന്വേഷിക്കുന്നത് തന്നെയാണ്, അറിഞ്ഞോ അറിയാണ്ടോ, അല്ലേ? ചില സ്ഥലം അറിഞ്ഞ് അന്വേഷിക്കണം, ചില സ്ഥലം അറിയാണ്ട് അന്വേഷിക്കണം, അല്ലേ? അതുകൊണ്ട് ഗുരു ശിഷ്യനെ വീണ്ടും ആശ്വസിപ്പിക്കുക ഈ ശ്ലോകത്തിൽ. ഹരിയോ.